രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യമൊക്കെ നോക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ അമ്മ അവിടെ നിന്ന് എന്തോ അടുക്കുകയും പറുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഋതുവും കൂടെ ഫ്രണ്ടിലോട്ട് പോയി, സിറ്റ് ഔട്ടിൻ്റെ അവിടെ പോയി. അപ്പം പപ്പ ഫ്രണ്ടിൽ നിന്ന് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വീണ്ടും വന്നു. സേമിയ ഉപ്പുമാവാണേ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടവും വറുത്തു. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഋതുവിന് അവളെ പ്ലേറ്റിലെടുത്ത് ഫുഡ് കൊടുത്തു. അവൾ തനിയെ പോയി കഴിച്ചോളും കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ മഴ പെയ്തു. അപ്പോഴത്തേക്ക് തുണിയെല്ലാം നനഞ്ഞായിരുന്നു. പിന്നെ ശരി എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഋതു അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഡാൻസൊക്കെ കളിച്ച്. അപ്പോഴത്തേക്ക് റോയിച്ചൻ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഋതു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാധനമൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ചിക്കനാണ് ഇന്ന് വാങ്ങിച്ച. അങ്ങനെ ചിക്കൻ വേഗം കഴുകിയെടുത്ത് അത് അപ്പോൾ റോയിച്ച ഉള്ളിയൊക്കെ തൊലിച്ച് വന്നു. അത് കഴിഞ്ഞ് ചിക്കൻ വറുക്കാനും കറി വയ്ക്കാനും ഒക്കെ മാറ്റി ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ അതാ ചിക്കൻ വറുക്കാൻ മസാലയൊക്കെ പുരട്ടി. പിന്നെ അതാ ചീനി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ചീനിയെല്ലാം ഞാൻ പൊളിച്ച് വേഗം അടുപ്പിലോട്ട് വെച്ചു. അപ്പോഴത്തേക്ക് റോയിച്ചനാണെങ്കിൽ ഒരു വെള്ളരിക്ക കറിയും പിന്നെ ചിക്കൻ കറി റെഡിയാക്കിയായിരുന്നു. ഞാൻ പിന്നെ വേഗം ഫ്രൈ ചെയ്യാനും വെച്ചു. പിന്നെ ഞാൻ അതിന് മുന്നേ വഴുതനങ്ങ മെഴുക്കുണ്ടാക്കിയായിരുന്നു. പിന്നെ ചീനിയെല്ലാം ഉടച്ച് എല്ലാ കറി റെഡിയായായിരുന്നു കണ്ടോ. അത് കഴിഞ്ഞ് ഋതു റോയിച്ചനും കൂടെ വെളിയിൽ പോയി വണ്ടികളെല്ലാം കഴുകുമായിരുന്നു. ഋതു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് വന്ന് ഞങ്ങളിതാ ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറിന് കറിയൊക്കെ ഇതായിരുന്നു. പിന്നെ ഞാനും ഋതുവും കൂടെ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ റോയിച്ചനും ഫ്രണ്ട്സിനെയാണ് കാണാൻ പോകണമെന്ന് പറഞ്ഞ് വെളിയിൽ പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേറ്റ് ഞങ്ങൾ ആ കാപ്പിയും നൂഡിൽസുമാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് സാധനം ഇച്ചിരി വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ കല്യാണിൽ പോയി സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ഋതു പിണക്കോ ഐസ്ക്രീം ആദ്യം കൊടുത്തില്ല, ബില്ല് ചെയ്യുക അവർ വാങ്ങിച്ചതെന്നും പറഞ്ഞ് അവിടെ മുഖവും കെട്ടി ഇങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളെപ്പോഴും പോകുന്നതുകൊണ്ട് ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് കമ്പനിയാണ് അവരായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി കല്ലു അതൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. എന്നിട്ട് അവിടെ ചെന്ന് വാഴ കൊലയെല്ലാം വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെട്ടി. പിന്നെ ഞാൻ വയനയില തെരളിയപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തു. പിന്നെ എല്ലാ സാധനവും കാറിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്മാമ്മയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ പോയി അമ്മാമ്മയായിട്ടൊക്കെ കുറേ നേരം അവിടെയൊക്കെ കാര്യം പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കൊല്ലത്തോട്ട് തിരിച്ച് വന്നു. വരുന്ന വഴിക്ക് മീനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂരയും പിന്നെ ഈ കിളിമീനില്ലേ ആ മീനും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് മാങ്ങ ഇട്ട് വെക്കാമെന്നും കിളിമീൻ മാങ്ങ ഇട്ട് വെക്കാമെന്നും പറഞ്ഞ് മാങ്ങയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ടാറ്റാ.